അയ്യപ്പാ എന്തോ അയ്യപ്പനിപ്പ ആരാ? ഏ? ആരാ? അടിപൊളി ആക്ടിംഗ് ആയിരുന്നു കേട്ടോ അയ്യപ്പന്റെ. സൂപ്പർ ആയിരുന്നു. അസ്നയും അയ്യപ്പനും കൂടെ ഇവിടെ തകർത്തു, പൊളിച്ചടക്കി. ജീവിച്ചു ജീവിച്ചു എന്നല്ല. ജീവിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് പുണ്യമക്ക എന്ന റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ, നമ്മൾ പറയില്ലേ, ഒരു ആ പാട്ടിന്റെ ആഴം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതി എനിക്ക് അയ്യപ്പൻ മൊത്തത്തിൽ കാണാൻ പറ്റുന്നു. ആ, ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ കണ്ണൂർ സലീം സർ പാടിയ ഉടയോൻ അരുൾ ചെയ്ത കർമ്മത്തിനായി. ആ, സലീമിക്കയുടെ ഒരുപാട് പാട്ടുകളുണ്ട്. എല്ലാ തലത്തിലുള്ള ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു അതുല്യനായ ഗായകനാണ് അദ്ദേഹം. അപ്പൊ ഈ പാട്ട് അയ്യപ്പന്റെ വേർഷൻ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നന്നായിട്ട് പാടും അയ്യപ്പ. ഓക്കെ, താങ്ക് യു. മനസ്സുള്ളിൽ ഞാൻ വച്ചു ഖുർആനിൻ നിൻവരികൾ, എനിക്കും ഇന്നാശിയാരത്ത് ചെയ്യാൻ. താപം തവാഫിന്ന് മനം കുളിരെ ചെയ്യാൻ, കൽബിലിന്നാശറൗലയും കണ്ടിടുവാൻ. പോകുന്നു ഞാനും ദീനിൻ ഹാജിയാകാൻ, സ്തുതി ചൊല്ലി Allahumma labbaik, Allahumma labbaik, la sharika lak labbaik, la sharika lak labbaik. Allahumma labbaik, Allahumma labbaik, la sharika lak labbaik, la sharika lak labbaik.
സഫ മർവ തന്നിടയിൽ ഓടിയിടുവാനും അറഫയിൽ ഒരു രാവു പാർത്തിടുവാൻ മീനായിൽ പോയി കല്ലെറിയാനും ഹജറുൽ അസ്വദ് ചുംബിച്ചിടാനും നാഥന്റെ റഹ്മത്തിൻ സദക്കാകിട്ടാൻ ഞാനും പോകുന്നു ഇന്നിലാഹിനായി അല്ലാഹുമ്മ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് اللهم لبيك اللهم لبيك لا شريك لك لبيك لا شريك لك لبيك ഉടയോനരുൾ ചെയ്ത കർമ്മത്തിനാൽ ഞാൻ പോകുന്നിതായി ഹജ്ജിനായി ഉടയോനരുൾ ചെയ്ത കർമ്മത്തിനാൽ ഞാൻ പോകുന്നിതായി ഹജ്ജിനായി അല്ലാഹുമ്മ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് اللهم لبيك اللهم لبيك لا شريك لك 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 لبيك അയ്യപ്പ, എന്തോ നമുക്കിവിടെ ഏത് കണ്ടസ്റ്റന്റ് പാടാൻ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ഈ കോറസ് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ വരുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അയ്യപ്പനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ 3 വളരെ സ്ട്രോങ് ആയ ബോയ്സ് ടീം സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തി. അപ്പൊ പാട്ടെങ്ങനെ പാടിയെന്ന് നമുക്ക് ചോദിച്ചറിയാം അല്ലേ ജഡ്ജസിനോട്. മക്കയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല. 1000 പാട്ടുകളുടെ മഹത്വം അതിലപ്പുറത്തേക്ക് പറയപ്പെടേണ്ടിയിരിക്കുന്നു, എഴുതപ്പെടേണ്ടിയിരിക്കുന്നു എന്നൊക്കെ തന്നെയാണ് നമുക്കും ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും പറയാനുള്ളത്. അൻവർക്ക് അത് വളരെ ഭംഗിയായിട്ട് ഈ പാട്ടിലെ വരികളൊക്കെ കേട്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണ് അൻവർക്ക് അത് ആസ്വദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർക്കാ അയ്യപ്പാ, എന്തോ വീണ്ടും സലീമക്കയുടെ പാട്ട് അല്ലേ? നന്നായി പാടി മോനെ, ഉഗ്രനായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. മക്കളെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും ഒരു സുന്ദരമായ പാട്ടാണ്, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഈ പല്ലവിയും അനുപല്ലവിയും ചരണമൊക്കെ ഹൃദ്യമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഹൃദ്യമായിട്ട് പാടിയിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട്. താങ്ക് യു സോ മച്ച് അൻവർക്ക. ഷബ്നം, അയ്യപ്പ, എന്തോ പതിവ് പോലെ തന്നെ ഇമോഷണലി പാക്ഡ് ആയിട്ടുള്ള ഒരു പാട്ട്, അതിമനോഹരമായിട്ട് ഇമോഷണലി തന്നെ അത് പാടിയിട്ടുണ്ട് അയ്യപ്പൻ, ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പാടി അയ്യപ്പ. എനിക്ക് ഒരു സജഷനാണ്, ലാസ്റ്റ് അല്ലാന്ന് വിളിക്കില്ലേ, അത് കുറച്ചും കൂടെ ഒന്ന് പവർഫുള്ളായിട്ട് വിളിച്ചാൽ മതിയായിരുന്നു, നന്നായിരിക്കും. പവർഫുള്ളായിട്ടത് മാത്രമല്ല, അതെനിക്ക് തോന്നിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പേട്ടെ. ഞാൻ അവിടെ മുതൽ ലാസ്റ്റ് ഒരു വിരുത്തം പോലെ എന്തെങ്കിലും വിരുത്തം പോലെ പാടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതൽ കാണുമെന്ന് വിചാരിച്ചു. അതെ അതെ, അതാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു കേട്ടോ. എന്നൊക്കെ പറഞ്ഞ് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. കുറേ ദൂരം പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരൊറ്റ ഇതിലങ്ങ് തീർന്നു. അങ്ങനെയാണോ അത്? ആക്ച്വലി അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ അപ്പോൾ ഇല്ലാത്തൊരു സംഭവം നമ്മൾ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാക്കി, കുറച്ചുകൂടെ ഒരു അല്പം കൂടെ ലെങ്തിയാക്കാം. കോറസിന്റെ കൂടെ തന്നെ അങ്ങ് പാടിക്കോ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അവര് പാടില്ലേ കോറസ്, അതിന്റെ കൂടെ പാടാം. അത് പാടി അവർ പാടി ഹമ്മിങ് അല്ലാന്നുള്ള വിരുദ്ധമായിട്ട് പാടി ഒരു 2-3 തവണ പാടി നിർത്തുന്നവരെ അവർ കോറസ് പാടിക്കോളും. ഞാൻ ഇപ്പം ഇനി എവിടെയെങ്കിലും പാടുമ്പോഴുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ഒരു നമുക്ക് കേൾക്കാനൊരു ഫീലായിരിക്കും. ഓക്കെ, നന്നായിരുന്നു അയ്യപ്പ, ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്.